സംസ്കാര സാഹിതി ഭാരവാഹി ലിസ്റ്റ് മരവിപ്പിച്ചു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പ്രദീപ് പയ്യന്നൂരിനെ ഭാരവാഹിയാക്കിയത് വിവാദമായിരുന്നു. ലിസ്റ്റ് റദ്ദാക്കിയതായി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പ്രദീപ് പയ്യന്നൂരിനെ സംസ്കാര സാഹിതി ഭാരവാഹി ആക്കിയത് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ലിസ്റ്റ് മരവിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, KPCCയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക ഇന്നലെയാണ് പുറത്തുവന്നത്. ഇത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. മാടായി കോളേജ് വിഷയത്തിൽ കണ്ണൂർ DCC സസ്പെൻഡ് ചെയ്ത പ്രദീപ് പയ്യന്നൂരിനെ ഇതിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കിയതാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കിയത്. കണ്ണൂർ DCC ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ലിസ്റ്റ് സഹിതം കണ്ണൂർ വിഷനാണ് ഈ വിവാദ നിയമനത്തിന്റെ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇതോടെ കോൺഗ്രസിൽ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു. സംസ്ഥാന തലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചയായിരുന്നു. ഡിസംബർ 9-നാണ് കണ്ണൂർ DCC പ്രദീപ് പയ്യന്നൂരിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇത് ഇപ്പോഴും നിലനിൽക്കുകയുമാണ്. പാർട്ടി അച്ചടക്ക നടപടി എടുത്തയാളെ KPCCക്ക് കീഴിലുള്ള ഒരു സംവിധാനത്തിൽ എങ്ങനെ ഭാരവാഹിയാക്കി എന്നാണ് കണ്ണൂർ DCCയുടെ ചോദ്യം. ഈ ചോദ്യത്തിന് സംസ്കാര സാഹിതി ഭാരവാഹികൾക്കും ഉത്തരമുണ്ടായില്ല. KPCC പ്രസിഡന്റ് K സുധാകരനെ കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KPCCയുടെ അംഗീകാരത്തോടെയല്ല ഈ ലിസ്റ്റ് പുറത്തു വന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KPCC DCCയെയും ഈ രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത് എന്ന സൂചനകളും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഇതോടെയാണ് ലിസ്റ്റ് മരവിപ്പിക്കാൻ KPCC സംസ്കാര സാഹിതി ചെയർമാൻ CR മഹേഷ് MLAക്ക് നിർദ്ദേശം നൽകിയത്. ലിസ്റ്റ് മരവിപ്പിച്ചതായി CR മഹേഷ് MLA കണ്ണൂർ വിഷനോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ഈ ലിസ്റ്റ് മരവിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രദീപ് പയ്യന്നൂരിന്റെ അടക്കം ചില നിയമനങ്ങളിൽ പ്രശ്നമുണ്ടെന്നാണ് ഈ സംസ്കാര സാഹിതി ഭാരവാഹികൾ പറയുന്നത്. പുറത്തു വന്നത് KPCC അംഗീകരിച്ച ലിസ്റ്റ് ആയിരുന്നില്ലെന്നും KPCCക്ക് സമർപ്പിച്ച ലിസ്റ്റ് മാത്രമാണ് ഇത് എന്നുമാണ് ഈ സംസ്കാര സാഹിതിയുടെ കൺവീനർ ആലപ്പി അഷ്റഫുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കണ്ണൂർ വിഷനോട് പറഞ്ഞത്. അതായത് ഈ ലിസ്റ്റ് യഥാർത്ഥ ലിസ്റ്റല്ല, അംഗീകരിച്ചുള്ള അന്തിമ ലിസ്റ്റ് അല്ല എന്നാണ് ആലപ്പി അഷ്റഫും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമായി മാറുകയാണ് ഈ പ്രശ്നം. കണ്ണൂരിൽ നിന്ന് K പ്രമോദിനെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാണ് K പ്രമോദിനെ ഉൾപ്പെടുത്തിയത്. പ്രമോദിനെ ഉൾപ്പെടുത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദമോ അല്ലെങ്കിൽ എതിർപ്പോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതുതായി ഇനി ഉടൻ തന്നെ മറ്റൊരു ലിസ്റ്റ് പുറത്തു വരും എന്നും ഈ സംസ്കാര സാഹിതി ഭാരവാഹികൾ പറയുന്നുണ്ട്. അതിലും K പ്രമോദിനെ ഉൾപ്പെടുത്തും. പകരം കണ്ണൂർ ഈ പ്രദീപ് പയ്യന്നൂരിന് പകരം മറ്റൊരാളെ കണ്ണൂരിൽ നിന്ന് തന്നെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യവും ഇപ്പോൾ ചർച്ചയിലാണ്. എന്തായാലും ഈ MK രാഘവൻ MP-യുടെ നോമിനിയാണ് പ്രദീപ് പയ്യന്നൂർ. മാടായി കോളേജ് നിയമന വിവാദത്തിൽ MK രാഘവൻ MP-ക്കെതിരെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. MP-യെ തടഞ്ഞതിന് 5 നേതാക്കൾക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോഴും പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലം കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. കുഞ്ഞിമംഗലം ഉൾപ്പെടെയുള്ള മണ്ഡലം കമ്മിറ്റികൾ നിർജീവമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന DCC KPCCയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാക്കളെ എല്ലാവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന ഒരു നിലപാടാണ് DCCയും സ്വീകരിക്കുന്നത്. അതിനിടയിലാണ് ഈ MK രാഘവൻ MP-യോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിയായ ഈ പ്രദീപ് പയ്യന്നൂരിനെ പാർട്ടിയുടെ സസ്പെൻഷൻ നിലനിൽക്കെ തന്നെ ഈ KPCCയുടെ കീഴിലുള്ള സംസ്കാര സാഹിതിയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയാക്കിയത്. ഇത് വലിയ പ്രകോപനമാണ് ഈ പുറത്തു നിൽക്കുന്ന മറ്റ് നേതാക്കളിൽ ഉണ്ടാക്കിയത്. അവർ കടുത്ത അതൃപ്തി നേതൃത്വത്തെ അറിയിക്കുകയും പലരും പാർട്ടി വിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് മരവിപ്പിച്ചിട്ടുള്ളത്. ഈ മാടായി കോളേജിലെ ഡയറക്ടർ കൂടിയാണ് സസ്പെൻഷനിലുള്ള പ്രദീപ് പയ്യന്നൂർ എന്നതാണ് ഇവരെ ഏറെ പ്രകോപിപ്പിക്കുന്നത്. എന്തായാലും
ഈ സസ്പെൻഷനിലുള്ള നേതാക്കളുടെ കടുത്ത വിയോജിപ്പും DCC പരിഗണിച്ചു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ DCCയുടെ നിലപാട് തന്നെയാണ്. തങ്ങൾ നടപടിയെടുത്ത ഒരാളെ തങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഇത്തരത്തിൽ സംസ്ഥാന ഭാരവാഹിയാക്കിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് കണ്ണൂർ DCC ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് മരവിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണേന്ദു.